അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് റമദാനിനെ പറയുന്ന പോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസത്തെയും അങ്ങനെ പറയേണ്ടി വരുന്ന വിധം അള്ളാഹുവിൻ്റെ ദീനിൽ പരിശുദ്ധമായ അമലുകൾ പലതും ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണ് പരിശുദ്ധമായ റജബ് മാസം. റമദാനിലേക്കുള്ള ഒരുക്കങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡാണ് പരിശുദ്ധമായ റജബ് മാസം. ലത്തായിഫുൽ മആരിഫ് എന്ന് പറയുന്ന കിതാബിൽ മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനായ അബൂബക്കറിൽ വറാഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി. മഹാനവറുകൾ പറയുന്നത് റജബ് മാസം എന്ന് പറയുന്നത് കൃഷി നട്ടുപിടിപ്പിക്കാനും ഷാബാൻ മാസം അതിന് വെള്ളമൊഴിക്കാനും റമദാൻ കൊയ്തെടുക്കാനും ഉള്ളതാണ് എന്നാണ്. അപ്പൊ അത്രത്തോളം മഹാന്മാർ ഈ വിഷയത്തിൽ റജബ് മാസത്തെ ആദരിച്ചും അമല് ചെയ്തും അതിനെ പരിഗണിക്കുന്ന വിഷയത്തിൽ കൃത്യമായി തന്നെ തസവുഫിന്റെ നിലപാടുകൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ പറയുന്നത് റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പുകൾ. റജബ് മാസം സുന്നത്ത് നോമ്പ് എടുക്കുക എന്നത് സർവ്വസാധാരണമായി ലോകത്തുള്ള മുസ്ലിമീങ്ങളിൽ കണ്ടുവരാറുണ്ട്. റജബ് മാസത്തെ സുന്നത്ത് നോമ്പിനെ വിമർശിക്കുന്നവരെയും കാണാറുണ്ട്. സാന്ദർഭികമായി പറയാം, റജബ് മാസത്തിലെ നോമ്പിനെ വിമർശിക്കുന്നവരും പ്രമാണങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരം ഹദീസുകളുടെയും അവരുദ്ധരിക്കുന്ന ഉദ്ധരണികളുടെയും പശ്ചാത്തലത്തെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ റജബ് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെയില്ല. റജബ് എല്ലാ കാലഘട്ടത്തിലും ആദരിക്കപ്പെട്ട ഒരു മാസമാണ്. ആ അർത്ഥത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലും റജബിനെ ആദരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആദരവ് കൊടുത്ത സന്ദർഭത്തിൽ റജബിൽ അറബികൾ അവരുടെ ജഹാലത്തിന്റെ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളും കൊണ്ടുവന്നിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് റജബ് മാസം വരുമ്പോൾ റജബിന്റെ പേരിൽ ഒരു പ്രത്യേക ബലി അർപ്പണം. അങ്ങനെ പലതും അനാചാരങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ അവരന്ന് നോമ്പും എടുത്തിരുന്നു. അപ്പോൾ അനാചാരങ്ങളെ ഇസ്ലാം, റജബിൽ അറബികൾ ചെയ്തിരുന്ന അനാചാരങ്ങളെ ഇസ്ലാം വിമർശിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷെ ആ കൂട്ടത്തില് അവർ അന്ന് നോമ്പ് പിടിച്ചു എന്നതിന്റെ പേരിൽ അത് മാറ്റി നിർത്തേണ്ടതല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ പരിശുദ്ധ റജബിൽ നോമ്പെടുക്കുന്നത് സംബന്ധമായ ധാരാളം പ്രോത്സാഹനങ്ങൾ കാണാനുണ്ട്. മഹാന്മാരായ ഫുഖഹ അത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമികമായ പഠനങ്ങൾ പിൽക്കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ വരിക വഴി വിമർശിക്കപ്പെട്ടതിനൊക്കെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടതിനൊക്കെ അവർ മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിന്റെ പരിശുദ്ധമായ എല്ലാ കാര്യങ്ങളും അതിൽ വിഭാവനം ചെയ്യുകയും ചെയ്തു. ആ കൂട്ടത്തിൽ പ്രത്യേകം പറയേണ്ടതാണ് റജബിലെ സുന്നത്ത് നോമ്പിനെ കുറിച്ച്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്നതിൽ ഏറെ ഉത്സാഹം ഉള്ളവരായിരുന്നു. റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ആമുഖത്തിലൊന്ന് പറയാം. ഒന്നാമത്തേത്, ഏതൊരു അമലിനും വേണ്ടത് നെയ്യത്താണ് എന്ന പോലെ തന്നെ റജബ് മാസത്തിന്റെ സുന്നത്ത് നോമ്പിനും ആദ്യം വേണ്ടത് നെയ്യത്താണ്. ഓരോരുത്തർക്ക് ഫറദ് നോമ്പുകൾ ഖളാ ആയിട്ടുണ്ടാവും. ഈ ഖളാ ആയ ഫറദ് നോമ്പ് ഖളാ വീട്ടുക എന്നത് റജബിന്റെ സുന്നത്ത് നോമ്പിലൂടെ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ അവിടെ 2 ഗുണമാണ് ഉള്ളത്. ഒന്ന്, ഫറദ് ഖളാ വീട്ടലുമായി. 2, റജബിന്റെ സുന്നത്ത് നോമ്പ് കിട്ടലുമായി. റജബിന്റെ മുഴുവൻ ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ അത് സംബന്ധമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതായത് അള്ളാഹു പവിത്രമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതിന്റെ നിയ്യത്താണ്. നിയ്യത്ത് ഫറള് ഖളാ വീട്ടുക എന്നതാണ് ഒരാൾ റജബിന്റെ സുന്നത്ത് നോമ്പുകളിലൂടെ ചെയ്യുന്നത് എങ്കിൽ ഫറളിന്റെ നിയ്യത്തുകളൊക്കെ തലേ രാത്രിയിൽ ഉണ്ടാവണം. അപ്പൊ റജബ് എന്ന സുന്നത്ത് നോമ്പല്ല അവിടെ പകലിൽ സംഭവിക്കുന്നത്. റജബ് മാസത്തിൽ ഫറള് നോമ്പുകൾ ഖളാ വീട്ടുക വഴി റജബിൽ നോമ്പുണ്ടാവുക എന്ന സുന്നത്ത് സാധ്യമായി ആ മനുഷ്യൻ റജബിലെ നോമ്പുകാരനായി മാറുകയാണ്. അപ്പൊ ഫറദ് ഖളാ വീട്ടലും സാധിക്കുന്നു, സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലത്തിൽ റജബിൽ ഒരു നോമ്പുകാരനായി നിലകൊള്ളാനും സാധിക്കുന്നു. അങ്ങനെ ഖളാ വീട്ടുന്ന ആള് തലേ രാത്രിയിലാണ് നെയ്യത്ത് വെക്കേണ്ടത്. സാധാരണ സുന്നത്ത് നോമ്പിന് പകലിൽ നെയ്യത്ത് വെച്ചാലും ലോഹറിന് മുമ്പ് നെയ്യത്ത് വെച്ചാലും അത് സാധ്യമാകുന്നതാണ്. ഏതായാലും ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നെയ്യത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ്.
രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് കഴിവ് പോലെ, ആരോഗ്യം പോലെയാണ് നോമ്പെടുക്കേണ്ടത്. സുന്നത്ത് നോമ്പാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ പാടില്ല. ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ആ വ്യവസ്ഥ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള ആളുകളിൽ മാത്രമാണ് നോമ്പിന്റെ നിർബന്ധിതയെ പറയപ്പെട്ടിട്ടുള്ളത്, അതും ഫറലായ നോമ്പിന്റെ കാര്യം. മഹാനായ ഇമാം അബൂദാവൂദ് അവിടുത്തെ സുന്നനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഒരു സഹാബി ക്ഷീണിതനായി പുണ്യനബിയുടെ അടുക്കൽ വന്നു. കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. കണ്ണൊക്കെ തുറിച്ച്, കവിളൊക്കെ ഒട്ടി, നിറമൊക്കെ മാറിയിട്ട് ഒരു പ്രത്യേകമായ ഒരു വാർദ്ധക്യം പോലെ തോന്നുന്ന രീതിയിൽ ശരീരത്തിന്റെ ആകാര ഭംഗി മുഴുവൻ നഷ്ടപ്പെട്ട് അവശത രൂപത്തിൽ ഒരു സ്വഹാബി വന്നപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പറ്റി? അപ്പൊ അദ്ദേഹം നീണ്ട നോമ്പെടുക്കുന്ന കഥ, കുറെ നാളുകളായി അദ്ദേഹം നോമ്പെടുക്കുന്ന കഥ പറയാൻ തുടങ്ങി. അദ്ദേഹം വലിയ ആവേശം കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിമർശിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നോമ്പിൽ നിയന്ത്രണം വേണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നോമ്പ് ആണ് എന്നതിന്റെ പേരിൽ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ പാടില്ല. കഴിവ് പോലെ അനുഷ്ഠിക്കുക എന്നതാണ് റജബ് മാസത്തിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഇഖ്ലാസ് വേണം. ഒരു നോമ്പ് സാധ്യമാകുന്നതിന്റെ എല്ലാ കർമ്മശാസ്ത്ര വശങ്ങളും നമ്മൾ പാലിച്ചിരിക്കണം. നോമ്പ് ഫസാദാകുന്നത് മിക്കവാറും നാവ് കൊണ്ടാണ്. റമദാനിന്റെ നോമ്പ് വരുമ്പോൾ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് റജബിലും ശ്രദ്ധിക്കണം. നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ഇഖ്ലാസ് ഉണ്ടായേ പറ്റൂ. നല്ല ഇഖ്ലാസിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമത് റജബിലെ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, റജബിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായും റമദാനിനെ വരവേൽക്കുന്നതിന്റെ പരിശീലനമായുമായിട്ടാണ് ഈ നോമ്പെടുക്കുന്നത്. അത് ഉള്ളിലുണ്ടാവണം. റജബിനെ ആദരിക്കണമല്ലോ. റജബ് എന്ന വാക്ക് പോലും പിന്നെ തർജീബ് എന്നാണ്, അതിൽ നിന്ന് നിഷ്പന്നമായതാ. തർജീബ് എന്ന് പറഞ്ഞാൽ തഅദീം, ബഹുമാനിക്കൽ. ഈ മാസത്തെ അള്ളാഹു ബഹുമാനിച്ചതാ, അത് ഞാനും ഏറ്റെടുത്ത് ബഹുമാനിച്ചുകൊണ്ടിരിക്കുക. അതുവഴി റമദാനിലേക്കുള്ള ഒരു പരിശീലനവും ഞാൻ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ഉദ്ദേശം ഉള്ളിലുണ്ടാവണം. ഇങ്ങനെ 4 കാര്യങ്ങൾ റജബിലെ സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നോമ്പ് കൊണ്ട് വലിയ ഗുണാണുള്ളത്. ഇനി അതിന്റെ പ്രതിഫലങ്ങൾ, ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ കൂലി മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു പഠിപ്പിച്ചതായി നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരു ഹദീസ് പറയാം. മഹാനായ ഇമാം ഇബ്നു ഇസാഖിർ അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഹദീസാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമളാനു ശഹ്റു ഉമ്മത്തി. റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്. റജബും ശഅബാനും എന്ന് പറഞ്ഞാൽ വിശ്വാസവും കർമ്മവുമാണ്. റജബ് അള്ളാഹിന്റെ മാസം എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ, ഫറലായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ പുനഃപരിശോധനയും പുനഃക്രമീകരണങ്ങളും സജീവമായി നടക്കേണ്ട മാസം. ശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. ഫറലിനെ പോലെ തന്നെ ശഅബാൻ വരുമ്പോൾ സുന്നത്തായ കാര്യങ്ങളിലുള്ള വീഴ്ചകളെ പരിഹരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ കർമ്മപരമായ കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റജബും ശഅബാനും വിശ്വാസവും കർമ്മപരവും ഫറലും സുന്നത്തുമായ കാര്യങ്ങളെ പാലിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പരിശീലനം കിട്ടി 60 നാളെത്തിക്കഴിഞ്ഞാൽ കേട്ടോളൂ, റമളാനു ശഹ്റു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ ലാഭത്തിന്റെ കാലമാണ് റമദാൻ, എന്റെ സമുദായത്തിന്റെ മാസമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇബ്നു ഇസാഖിർ അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞതിന് മഹാന്മാർ തന്നെ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഇസാഖിർ തങ്ങൾ തന്നെ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്, നബിയെ, അള്ളാഹിന്റെ മാസമാണ് റജബ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് മറുപടി പറഞ്ഞു, ലിഅന്നഹു മഖ്സൂസുൻ ബിൽ മഗ്ഫിറതി ഫീഹി. റജബ് മാസത്തിൽ പ്രത്യേകമായ പാപമോചനം ഉണ്ട്. റജബ് മാസത്തെ ആദരിച്ചു കഴിഞ്ഞാൽ, റജബ് മാസത്തിൽ അമൽ ചെയ്യുക വഴി, റജബ് മാസത്തിൽ ദുആ ചെയ്യുക വഴി, റജബ് മാസത്തിൽ തൗബ ചെയ്യുക വഴി അള്ളാഹു വേറെ ഒരു മാസത്തിലും കൊടുക്കാത്തൊരു പ്രത്യേകമായ മഗ്ഫിറത്ത് ഈ റജബ് മാസത്തിൽ വെച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അള്ളാഹു അതൊക്കെ നമുക്ക് തരട്ടെ. ആ മാസത്തിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവാതെ, യുദ്ധങ്ങൾ സംഭവിക്കാതെ അള്ളാഹു നിയമം കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ റജബ് അള്ളാന്റെ മാസമാണെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം, റജബ് മാസത്തിൽ അള്ളാഹു തആല ധാരാളം അമ്പിയാക്കൾക്ക് പാപം പൊറുത്തു എന്ന പദവി, അതായത് തൗബ സ്വീകരിച്ചു എന്ന പദവി കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ധാരാളം അമ്പിയാക്കൾക്ക് പ്രത്യേക പദവി കൊടുത്ത് ആദരിച്ച മാസമാണ്. അപ്പൊ അള്ളാഹുവിൻ്റെതായ പ്രത്യേകമായ സ്നേഹത്തിന്റെ ഇടപെടൽ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉണ്ടായിട്ടുള്ള മാസം എന്ന നിലയിലാണ് റജബ് അള്ളാന്റെ മാസം എന്ന് പറയാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പുണ്യമാക്കപ്പെട്ട റജബ് മാസം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആ മാസത്തിൽ ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട അമലായ നോമ്പെടുക്കുക വഴി യഥാർത്ഥത്തിൽ ഈ മാസത്തെ നമ്മൾ ആദരിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റജബ് മാസത്തിൽ നോമ്പെടുക്കുന്ന ആൾക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? നുസഹയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോവാണ്. ആ സമയത്ത് ഒരു പർവ്വതം കണ്ടു. ആ പർവ്വതത്തിൽ നല്ല പ്രകാശം, പർവ്വതം ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുക. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോടു കൂടെ കുറെ നേരം ആ പർവ്വതത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് അള്ളാഹുവോട് ദുആ ചെയ്തു, പടച്ചറബ്, എന്തൊരു അത്ഭുതമായി കാണുന്നത്, എനിക്ക് ഈ പർവ്വതത്തോട് സംസാരിക്കണം, ഈ പർവ്വതം എന്നോടും സംസാരിക്കണം, ആഗ്രഹമുണ്ട് അല്ലാഹ്. മഹാനവറുകൾ ദുആ ചെയ്തു. അള്ളാഹു പർവ്വതത്തിന് സംസാരിക്കാൻ ശക്തി കൊടുത്തു. പർവ്വതം സംസാരിച്ചു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞു. ഈസ നബി സലാം മടക്കി പർവ്വതത്തോട് ചോദിച്ചു, അല്ല പർവ്വതമേ, നീ എന്തിനാണ് ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നത്? എന്താ അതിന്റെ കാരണം? പർവ്വതം പറഞ്ഞു, ഈസ നബിയെ, എന്റെ ഉള്ളിൽ ഒരു മലമടക്കിന്റെ ഉള്ളിൽ, ഒരു പാറക്കെട്ടിന്റെ ഉള്ളിലായിട്ട് ഈ പർവ്വതമാകുന്ന എന്റെ ഉള്ളിൽ ഒരു മഹാനായ മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രകാശ പർവ്വതമാകുന്ന ഞാൻ മുഴുവനും ഈ പ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത അത്ഭുതം തോന്നി. വീണ്ടും അള്ളാഹുവോട് ദുആ ചെയ്തു, പടച്ചറബേ, അങ്ങനെ ഒരു മഹാൻ ഈ പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് കണ്ണുകൊണ്ട് കണ്ടേ പറ്റൂ. എനിക്ക് അയാളോട് ചോദിക്കണം, സംസാരിക്കണം, നീ അവസരം തരണേ അല്ലാഹ്. അള്ളാഹു അതിനുള്ള അവസരം കൊടുത്തു. മഹാനവറുകളുടെ മുന്നിൽ ആ പർവ്വതം രണ്ടായി പിളർന്നു. അപ്പോൾ ഒരു ഗുഹ പോലെയുള്ള ഭാഗത്ത് സ്വസ്ഥമായി സ്വൈര്യമായി ഇബാദത്ത് ചെയ്യുന്ന ശുഭവസ്ത്രധാരിയായ ഒരു മഹാനായ ഒരു മനുഷ്യനെ ഈസ നബി കണ്ടു. അദ്ദേഹം പർവ്വതം പിളരുന്ന ആ വല്ലാത്ത അനുഭവത്തിൽ ആ ഇബാദത്ത് ചെയ്യുന്ന സ്വാലിഹായ മനുഷ്യൻ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുറ്റത്ത്, അതിന്റെ പൂമുഖത്ത് മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം കാത്തു നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം അവിടെ നിന്ന് ഓടി വന്നു. എന്നിട്ട് ഈസ നബിക്ക് സലാം പറഞ്ഞു. ഇരുവരും തമ്മിൽ സംസാരിക്കുകയായി. മഹാനായ ഈസ നബി ചോദിച്ചു, അങ്ങ് ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അവസാന കാലഘട്ടത്തിലെ പ്രവാചകനെയും ആ സമൂഹത്തെയും തൗറാത്തിലൂടെയും മറ്റു പ്രവാചകന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കേട്ടപ്പോൾ ആ സമുദായത്തിൽ ഒരു അംഗമായി ജീവിച്ച് മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അള്ളാഹുവോട് ദുആ ചെയ്തു, എനിക്ക് ആയുസ് വേണം. അവസാന കാലഘട്ടത്തിന്റെ പ്രവാചകൻ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിലൊരു അംഗം, എനിക്ക് അവിടെ വരെ എത്തണം, എനിക്കതിനുള്ള ആയുസ് തരണം, എനിക്ക് ഇബാദത്ത് ചെയ്യണം, അതുവരെയുള്ള എൻ്റെ കാലം മുഷിയല്ലേ. ഈസ നബി ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി ഈ പർവ്വതത്തിൽ വന്ന് കൂടിയിട്ട്, എത്ര കാലമായി നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? ആ മഹാൻ പറഞ്ഞു, 600 കൊല്ലമായിട്ട് ഞാൻ ഈ പർവ്വതത്തിന്റെ പാറക്കെട്ടിന്റെ അകത്ത് തുടർച്ചയായി ഒരു കണ്ണ് ചിമ്മുന്ന സമയം പോലും പാഴാവാതെ തുടർച്ചയായ 600 കൊല്ലമായി ഞാൻ ഈ പർവ്വതത്തിന്റെ ഉള്ളിലെ ഇബാദത്തുമായി കഴിയുന്നു. ഈസ നബിയും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണം അവിടെ അവസാനിക്കുകയും ഈസ നബി വീണ്ടും അത്ഭുതത്താൽ അള്ളാഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവേ, ഈ മനുഷ്യനെക്കാളും വലിയ ഇബാദത്തും നിന്റെ അടുക്കൽ സ്ഥാനവുമുള്ള വേറെ ഏതെങ്കിലും ഒരു മഹാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ? മഹാനായ ഈസ നബിയോട് തൊട്ടടുത്ത സമയം തന്നെ അള്ളാഹു വഹി അറിയിച്ചു, ഉണ്ട് ഈസ നബിയെ, അവസാന കാലഘട്ടത്തിലെ പ്രവാചകരുടെ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ഏതെങ്കിലും ഒരാൾ റജബ് മാസത്തെ ആദരിച്ചുകൊണ്ട് ഒരു നോമ്പെടുത്താൽ ആ ഒരൊറ്റ നോമ്പായി തീരണം. ആ ഒരൊറ്റ നോമ്പ് എടുക്കേണ്ട പോലെ എടുത്താൽ അള്ളാഹു ഇത് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന കൂലി ഈ പർവ്വതത്തിന്റെ അകത്ത് കഴിഞ്ഞ 600 കൊല്ലമായി തുടർച്ചയായ ഇബാദത്താൽ നിറഞ്ഞു നിന്ന മഹാനായ മനുഷ്യന്റെ പദവിയേക്കാളും വലിയ പദവിയ റജബിൽ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരാൾ എടുക്കുന്ന ആത്മാർത്ഥമായ നോമ്പ് എന്ന് മഹാനായ ഈസ നബിയോട് പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാം. നുസഹയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ വലിയ പ്രതിഫലമാണ് റജബ് മാസത്തിൽ നോമ്പെടുക്കുന്ന ആൾക്കുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, ഹബീബിൽ നിന്നും കേട്ട ഒരു ഹദീസ്. മഹാനായ ഇമാം അൽ ഹാഫിദ് ബിൻ അൽ ജൗസി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ മൗദൂആത്തിലും മറ്റു ധാരാളം ഗ്രന്ഥങ്ങളിലും ഇത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾ അവിടുത്തെ ഉന്നിയലും മറ്റും ഇത് ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഹദീസ് അങ്ങനെ തന്നെ, റജബുൻ ഷഹ്റുല്ലാ വ ശഅബാൻ ഷഹ്രി വ റമളാൻ ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാന്റെ മാസം, ഷഅബാൻ എന്റെ മാസം, റജബും ശഅബാനും കബൂലായാൽ എന്റെ സമുദായത്തിന്റെ ലാഭകാലമാണ് പരിശുദ്ധ റമളാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മൻ സാമഹു, ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഇസ്തൗജബ അലല്ലാഹി സലാസത്തു അശ്യാം. ആരെങ്കിലും റജബിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ സുന്നത്ത് നോമ്പ് അള്ളാഹ് കബൂലായാൽ അള്ളാഹു നിർബന്ധമായ ആ മനുഷ്യന്
3 കാര്യങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ബാധ്യതയായി കഴിഞ്ഞു 3 കാര്യങ്ങൾ ഈ മനുഷ്യന് ചെയ്തു കൊടുത്തേ പറ്റൂ. എന്താണ് 3 കാര്യങ്ങൾ? ഒന്ന്, ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ സർവ്വ പാപങ്ങളും അള്ളാഹു പൊറുക്ക എന്നതാണ്. രണ്ടാമത്തേത് വഇസ്മത്തും ഫീമാ ബഖിയ മിൻ ഉമരിഹി, ശേഷിച്ച കാലം ഇനി ഒരു പാപം ചെയ്യാതെയുള്ള പാപ സുരക്ഷിതത്വം അള്ളാഹു ഉറപ്പുവരുത്തുക എന്നതാണ്. മൂന്നാമത്തേത് വഅമാനമിനൽ അത്ശി യൗമൽ അർദിൽ അക്ബർ, നാളെ മഹ്ശറയിൽ വെച്ചിട്ട് ദാഹമില്ലാതിരിക്കുക എന്ന അവസ്ഥ ഇവനിൽ അള്ളാഹു കൊടുക്കുക എന്നതാണ്. അള്ളാഹ് നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട 3 കാര്യങ്ങൾ. ആർക്കാണ്? റജബ് മാസത്തിൽ അള്ളാഹു കബൂലാക്കിയ പോലെയുള്ള ഒരു നല്ല നോമ്പെടുത്ത ആൾക്ക് അള്ളാഹു ഇതിൽ പെടുത്തട്ടെ, അള്ളാഹു ഇതിൽ നമ്മെ ചേർക്കട്ടെ. അപ്പൊ ഒരു സ്വഹാബിയായ വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റു. സ്വഹാബിയാണ്, വൃദ്ധനാണ്. അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, നബിയെ, ഞാനൊരു ദുർബലനാണ് യാ റസൂലല്ലാഹ്, ഇന്നി റജബ് മുഴുവനും നോമ്പെടുക്കാൻ എനിക്ക് കഴിയൂല നബിയെ, എന്റെ ആരോഗ്യം വളരെ മോശമാണ്. റജബിൽ നോമ്പെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല നെയ്യത്തോടു കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. സ്വഹാബിയായ വൃദ്ധനോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഷമിക്കണ്ട, അള്ളാഹു വലിയവനാ. തീരെ ആരോഗ്യപരമായി കഴിയുന്നില്ല എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരെ ആരോഗ്യപരമായി കഴിയാത്തവരോട് റജബിന്റെ നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, പറ്റുന്ന പോലെ പിടിക്കണം. ആ സ്വഹാബിയോട് എന്ന് പറഞ്ഞു, ആദ്യത്തെ 10 ഒരു ദിവസം, രണ്ടാമത്തെ 10 മറ്റൊരു ദിവസം, മൂന്നാമത്തെ 10 മറ്റൊരു ദിവസം, ഇങ്ങനെ 3 10കളിലായി റജബിന്റെ 3 10ലും ഓരോ ദിവസം അങ്ങ് നോമ്പെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു 10 ഇരട്ടി കൂലി എന്ന തോതിൽ നിങ്ങളുടെ നോമ്പിനെങ്ങാനും പരിഗണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹാ, 10 ഇരട്ടി കൂലി എന്ന തോതിൽ അള്ളാഹു നിങ്ങൾ ചെയ്ത 3 നോമ്പുകളെയും പരിഗണിച്ചാൽ ആദ്യത്തെ 10 ഒരു നോമ്പിന് 10 ഇരട്ടിയാവുമ്പോൾ 10 ദിവസത്തെ കൂലി, രണ്ടാമത്തെ 10ന്റേതിന് 10 ഇരട്ടി കൂലി 10 ദിവസത്തെ കൂലി, 3 10ലും കൂടിയിട്ട് 30 ദിവസത്തെ നോമ്പിന്റെ, അതായത് റജബ് പരിപൂർണമായ നോമ്പെടുത്ത കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു, ഈ റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവിലെ നിങ്ങൾ മറന്നു കളയല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്നത് കഴിഞ്ഞു പോയി, ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണത്. റജബിന്റെ ആദ്യത്തെ രാവിനെ മറന്നു കളയല്ലേ. റജബിന്റെ ആദ്യത്തെ രാവ് വരുമ്പോ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ മുന്നില്, അതിന്റെ മുറ്റത്ത് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മലക്കുകളും സമ്മേളിക്കുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയജ്തമിഊന ഫിൽ കഅബതി വഹവാലൈഹാ, കഅബാലയത്തിന്റെ പരിസരത്ത് എല്ലാ മലക്കുകളും സംഗമിക്കും, സമ്മേളിക്കും. അള്ളാഹു ആ മലക്കുകളിലേക്ക് പ്രത്യക്ഷനാവും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, മലായിക്കത്തി സലൂനി മാ ശിഅ്തും, എന്തൊക്കെ വേണമെങ്കിലും ചോദിച്ചോ മലക്കുകളെ, ഞാൻ തരാം. ഇന്ന് റജബിന്റെ ആദ്യത്തെ രാത്രിയല്ലേ, റജബ് അള്ളാന്റെ മാസമല്ലേ. മഹാന്മാരായ മലക്കുകൾ പറയും, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല അല്ലാ, യാ റബ്ബനാ ഹാജത്തുനാ ഇലൈക് അൻ തഗ്ഫിറ ലിസുവാമി റജബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. റജബ് മാസം വന്നല്ലോ, ഭൂമിയിൽ റജബിലെ സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണേന ഞങ്ങൾക്കെല്ലാവർക്കും നിന്നോടായി ചോദിക്കാനുള്ളത്. അങ്ങനെ മലക്കുകൾ കഅബയുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ അള്ളാഹു അവരോട് മലക്കുകളോട് പറയും, റജബ് മാസം വന്നിട്ട് സുന്നത്ത് നോമ്പെടുക്കാൻ കഴിവ് പോലെ നോമ്പെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഖദ് ഫഅൽതു ദാലിക, ഞാൻ പുറത്തു കഴിഞ്ഞു എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് വല്ലാത്തൊരു മാസ. സ്വർഗത്തിലൊരു പുഴയുണ്ടത്രേ, ആ പുഴയുടെ പേരും റജബ് എന്നാണ്. കേട്ടോളൂ, മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നത്തി നഹറ യുഖാലു ലഹു റജബ്. സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ പേര് റജബ് എന്നാണ്. അശദ് ബയാലം മിനൽ ലബൻ, പാലിനേക്കാളും അതിന്റെ പാനീയം വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ നല്ല മനോഹരമായ ഒരു പുഴ സ്വർഗത്തിലുണ്ട്. പുഴയുടെ പേര് റജബ് എന്നാണ്. മൻ സാമ മിൻ റജബിൻ യൗമൻ, ഒറ്റ നോമ്പ് പിടിച്ചാൽ മതി. റജബിൽ കബൂലിയത്തുള്ള നല്ലൊരു നോമ്പ്, കുറ്റമറ്റ ഒരു നോമ്പ് ഒരെണ്ണം മതി. അതൊരെണ്ണം അള്ളാഹു കബൂലാക്കിയാൽ, ഒറ്റ നോമ്പ് കബൂലാക്കിയാൽ മതി. ഈ പുഴയിൽ നിന്നും അവന് ദാഹം തീരുവോളം അല്ല, മതിവരോളം എത്ര കാലം വേണമെങ്കിലും സ്വർഗത്തിന്റെ ആ പുഴയുടെ വെള്ളം കുടിക്കാൻ അള്ളാഹു അവന് അവസരം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖിയുടെ ഫളായിലുൽ ഔഖാത്തിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെ സ്വർഗത്തിലെത്തിയാൽ ഒരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിന്റെ പേര് റജബ് എന്നാണ്. മഹാനായ ഇമാം അലാഉദ്ദീൻ അലിയുൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കെൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അൻ ആമിർ ബിൻ ശുബിൽ
الحرمي سمعت رجلا يحدث أنه سمع أنس بن مالك يقول മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് പറയുന്നത്. ഫിൽ ജന്നത്തി ഖസ്റുൻ ലാ യദ്ഖുലുഹു ഇല്ലാ സുവാമു റജബ്. സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ പേര് റജബ് എന്നാണ്. സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ പേര് റജബ് എന്നാണ്. ആ കൊട്ടാരത്തിലേക്ക് ആർക്കാണ് പ്രവേശനമുള്ളത്? മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അനസ് തങ്ങളും മുത്തുനബി എന്ന് പഠിച്ചതാണ് ഈ ഹദീസ്. സ്വർഗത്തിലെ ആ മനോഹരമായ കൊട്ടാരത്തിന്റെ അകത്തളം ആർക്ക് അവകാശപ്പെട്ടതാണെന്നറിയോ? അതിലേക്ക് പ്രവേശിക്കുന്നത് റജബിലെ നോമ്പുകാരല്ലാതെ ആരും അതിലേക്ക് കയറൂല എന്ന് ഉക്കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് ഏറെ സന്തോഷിക്കാനുണ്ട്. അവർക്ക് കിട്ടുന്ന കൂലി കേട്ടോളൂ. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ഉന്നിയലുണ്ട് ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബും മിൻ ശുഹൂരിൽ ഹറാം വഅയ്യാമുഹു മക്തൂബത്തുൻ അലാ ബാബിസ് സമാഇസ് സാദിസ. റജബ് എന്നത് പവിത്രമായ മാസങ്ങൾ എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ള ആ മാസങ്ങളിലെ പ്രധാന മാസമാണ്. റജബിലെ ഓരോ ദിവസവും ആറാൻ ആകാശത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. റജബിലെ ഓരോ ദിവസവും റജബ് 1, റജബ് 2, റജബ് 3, റജബ് 4 അങ്ങനെ റജബിലെ എല്ലാ ദിവസത്തെയും ആറാൻ ആകാശത്തിലെ കവാടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈദാ സാമർ റജുലു മിൻഹു യൗമൻ. റജബിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്തു എന്ന് വെക്കാം. അങ്ങനെയെങ്കിൽ വജറദ സൗമഹു ബിത്തഖ്വല്ലാഹ്. ആ നോമ്പെടുത്തത് ഏതെങ്കിലും കോലത്തിലല്ല, അള്ളാഹുവിന്റെ ഭയപ്പാട് ഹൃദയത്തിൽ നിറച്ചു വെച്ചിട്ട് പടച്ചോനെന്ന ചിന്ത, അള്ളാഹു കൂലി തരണം, ഒരു തഖ്വ നിറഞ്ഞ മനസ്സോടുകൂടെയാണ് റജബിലെ ആ ഒരൊറ്റ നോമ്പ് ആ മനുഷ്യൻ എടുത്തത് എങ്കിൽ മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നതഖൽ ബാബു. ആ ആറാൻ ആകാശത്തിന്റെ കവാടം സംസാരം തുടങ്ങും. അതുപോലെ തന്നെ നതഖൽ യൗമു. ഭൂമിയിൽ അവൻ നോമ്പെടുത്ത ആ സമയം, ആ ദിവസം അതൊരു പ്രത്യേക രൂപത്തിൽ അത് പ്രത്യക്ഷമായി അതും ഇങ്ങനെ സംസാരം തുടങ്ങും. എന്താ ഈ ആറാൻ ആകാശത്തിന്റെ കവാടവും അവൻ നോമ്പെടുത്ത ദിവസവും അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കാന്നറിയോ? യാ റബ്ബി ഗഫിർ ലഹു. പടച്ചോനെ, ആ മനുഷ്യന് നീ പൊറുക്കണേ, ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ. പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്തത് പൊറുക്കൽ എന്നത് മാത്രമല്ല, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മഹാപദവിയാ. അത് കിട്ടിയ ആളാണോ, മഗ്ഫിറത്തിന്റെ സീല് വെച്ച ഒരു ശരീരമാണോ നമ്മുടേത് എങ്കിൽ ആ ശരീരമാണ് സ്വർഗത്തിൽ പോകൂ. മഗ്ഫിറത്ത് കിട്ടിയാൽ അള്ളാന്റെ പൊരുത്തം കിട്ടിയതാ. ആ കൂട്ടത്തിൽ പാപം പൊറുക്കൽ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ആറാൻ ആകാശത്തിന്റെ കവാടത്തിൽ റജബ് മാസത്തിന്റെ 30 ദിവസത്തെയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്ന ദിവസം അവിടെ കറക്റ്റായിട്ട് തെളിഞ്ഞു വരും. ആ ദിവസം അള്ളാഹുവോട് സംസാരിക്കും പുറത്തു കൊടുക്കാൻ. ആ വാതില് സംസാരിക്കും, ആ ദിവസം സംസാരിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇത് പറയാൻ പോകുന്ന ഹദീസ് ഇമാം തബറാനിയുടെ അൽ മുഅ്ജമിലുണ്ട്. ഇതൊന്നും വെറുതെ വാരി വലിച്ചു പറയുന്നതല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ നിലപാട്, പരിശുദ്ധമായ മതത്തിന്റെ പ്രമാണങ്ങൾ, കൃത്യമായ ഇടപെടലുകൾ ഈ പരിശുദ്ധ മാസത്തെ ആദരിക്കുന്നിടത്തുണ്ട്. കുറെ പരിഷ്കർത്താക്കൾ വന്നിട്ട് റജബിൽ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ നിശ്ചിതമായി നിരൂപിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തി റജബിൽ ഒരു സാധാരണത്വം അടിച്ചേൽപ്പിക്കുന്നത് തികച്ചും മതവിരുദ്ധമാണ്. കാരണം ഖുർആൻ കൊണ്ട് റജബ് ആദരണീയം എന്ന് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഏത് കാലഘട്ടത്തിലും എന്നല്ല, പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഇത് ആദരണീയമായതിന്റെ പേരിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറബികൾ പല തോന്നിവാസങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ റജബിന് മോശം വരുന്നില്ല. റജബ് തന്നെയാണ്. റജബിൽ അവർ ചെയ്ത തോന്നിവാസങ്ങളെ പറ്റില്ല എന്ന കൃത്യമായ മത നിയമം കൊണ്ട് അത് മാറ്റി നിർത്തിയിട്ട് റജബിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പ്രത്യേകം പറഞ്ഞ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ അബ്ദുൽ അസീസ് അൻ നബിഹി ഖാല ഉസ്മാൻ ഇബ്നു മത്ഉരിൻ അശ്ശൈബാനി വകാനത് ലബിഹി സുഹബ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി പറയുകയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബുൻ ശഹ്റുൻ അലീം. റജബ് ഒരു മഹത്തരമായ മാസമാണ്. യുളാഇഫുല്ലാഹു ഫീഹിൽ ഹസനാത്ത്. റജബ് മാസത്തിൽ അല്ലാഹു നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും. അല്ലാഹു തരട്ടെ. റജബ് മാസത്തിൽ അല്ലാഹു നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും. ഫമൻ സാമ യൗമൻ മിൻ റജബിൻ. അതുകൊണ്ട് റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഫകഅന്നമാ സാമ സനതം. ഒരു കൊല്ലം നോമ്പെടുത്ത കൂലിയ. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 360 ദിവസം ചന്ദ്രമാസ കണക്കനുസരിച്ച്, അത് സൂര്യന്റെ കണക്കനുസരിച്ച് 365 കാലമൊക്കെ വരും.
അല്ലെങ്കിൽ 350 മാസം ചന്ദ്രമാസ കണക്കനുസരിച്ച്, 360 350 ഒക്കെ ആവാം. 350 360 ദിവസം നമ്മൾ ഒരു കൊല്ലത്തിൽ ഫുള്ള് നോമ്പെടുത്ത കൂലിയാണ് റജബിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ കിട്ടുക എന്ന് മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, വമൻ സാമ മിൻഹു സബഅത അയ്യാം, ഒരാൾക്ക് ഒരു ദിവസത്തെ നോമ്പല്ല കഴിയുന്നത്, റജബിൽ 7 ദിവസം നോമ്പ് പിടിക്കാൻ ഒരാൾക്ക് പറ്റി. ഒരു ദിവസം പിടിച്ചാൽ തന്നെയും അവന് ഒരു കൊല്ലത്തെ നോമ്പിന്റെ കൂലിയാണ് അള്ളാഹു നൽകാം. ഇനി ഒരാൾക്ക് റജബിൽ 7 ദിവസമാണ് നോമ്പെടുക്കാൻ കഴിയുന്നതെങ്കിൽ ആ മനുഷ്യന്റെ നേരെ നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടി അടയ്ക്കപ്പെട്ടു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉല്ലിഖത അൻഹു സബഅതു അബ്വാബി ജഹന്നം, നരകത്തിന്റെ 7 കവാടവും അവന്റെ നേരെ കൊട്ടി അടയ്ക്കപ്പെട്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സാമ മിൻഹു സമാനിയത അയ്യാം, റജബ് മാസത്തിൽ 8 നോമ്പുകൾ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ നേരെ സ്വർഗത്തിന്റെ 8 കവാടം തുറന്നു വെച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ 8 കവാടം അവന്റെ നേരെ തുറന്നു വെച്ചു. 7 നോമ്പാണ് പിടിക്കുന്നതെങ്കിൽ നരകത്തിന്റെ 7 കവാടവും അവന്റെ നേരെ കൊട്ടിയടച്ചു. പിറ്റേന്ന് 8ന്റെ നോമ്പും കൂടി അവർ പിടിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടം അവനിലേക്ക് തുറക്കപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, വമൻ സാമ മിൻഹു 10 അയ്യാം, 10 ദിവസമാണ് റജബിൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ പറ്റിയതെങ്കിൽ ആ മനുഷ്യൻ ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അഅ്താഹു ഇയ്യാഹു, റജബിൽ 10 ദിവസം നോമ്പെടുത്ത ആൾക്ക് വേഗത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു പദവി അള്ളാഹു കൊടുത്തു കഴിഞ്ഞു. 10 ദിവസം റജബിൽ നോമ്പെടുത്ത ആളാണ് ഞാൻ എങ്കിൽ എന്റെ ദുആക്ക് വേഗം ഇജാബത്തുണ്ടെന്നാ. നിങ്ങൾ നോമ്പെടുത്താൽ 10 ദിവസം നോമ്പെടുത്താൽ നിങ്ങളുടെ ദുആക്ക് വേഗം ഇജാബത്തുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വമൻ സാമ മിൻഹു 15 യൗമാ, 15 ദിവസമാണ് ഒരാൾക്ക് റജബിൽ നോമ്പെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ ആകാശത്തിൽ നിന്നും ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, നാദാ മുനാദിൻ ഫിസ് സമാഇ ഖദ് ഗുഫിറ ലക മാ മളാ ഫസ്തൈനി ഫിൽ അമല. ഓ മനുഷ്യ, 15 ദിവസം നീ റജബിൽ നോമ്പെടുത്താലല്ലേ, നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നീ ചെയ്യുന്ന അമലുകൾ നിനക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയും. നീ അതുകൊണ്ട് നല്ലോണം അമല് തുടങ്ങിക്കോ എന്ന് അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സാദ സാദഹുല്ലാഹു അസ്സ വജല്ല, കേട്ടോളൂ, 15ന്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് പിന്നെയും കഴിയുമെങ്കിൽ അതനുസരിച്ചുള്ള വർധനവ് പ്രതിഫലത്തിൽ അള്ളാഹു ഉറപ്പിച്ചു നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, വഫീ റജബിൻ ഹമലല്ലാഹു നൂഹൻ ഫിസ് സഫീനതി ഫസാമ റജബ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ വലിയ ആ ജലപ്രളയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം എന്നത് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. മഹാനവറുകൾക്ക് കപ്പലിലൂടെ അള്ളാഹു മുന്നോട്ട് പോകാൻ ഒരു അവസരം കൊടുത്തത് റജബിലാണ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജലപ്രളയത്തിന്റെ കാലഘട്ടം തുടങ്ങുന്നത് മഹാനവറുകളുടെ കാലഘട്ടത്തിൽ റജബ് മാസത്തിലാണ്. മഹാനവറുകൾ ആ സമയത്ത് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പെടുത്തിരുന്നു. ഏത് മാസം? റജബ് മാസത്തിൽ നോമ്പെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പുണ്യ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തൊബ്രാനിയിലുണ്ട്, തൊബ്രാനി അവിടുത്തെ മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാണ്, അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയോട് പറഞ്ഞു, നിങ്ങളും നോമ്പെടുക്കണം എന്ന ജനങ്ങളോട് പറയുകയും കപ്പലിലുള്ള മുഴുവൻ ആളുകളും നോമ്പെടുത്തു. അങ്ങനെ ആ റജബ് അവർക്ക് നോമ്പായിരുന്നു. ഫജറത് ബിഹിം സഫീനത്തു 6 അശ്ഹുർ, കപ്പലിങ്ങനെ കറങ്ങി നടന്നു 6 മാസം കറങ്ങി നടന്നിട്ട് 6 മാസം പൂർത്തിയായി. ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? പരിശുദ്ധമായ മുഹറം 10-ലെത്തി. ആഖിറു ദാലിക യൗമു ആശുറ, 6 മാസം പൂർത്തിയാവണ അന്നത്തെ ദിവസം, ആ പൂർത്തിയായ ലാസ്റ്റ് ഡേ അത് മുഹറം 10 ആയിരുന്നു. മുഹറം 10 ജൂതി എന്ന പർവ്വതത്തിന്റെ മുകളിൽ ഈ കപ്പൽ നങ്കൂരിടാണ്. അപ്പൊ അത് യാത്ര തുടങ്ങിയ ആ സമയത്ത് റജബിലാ തുടങ്ങിയത്. റജബിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കപ്പലിലുണ്ടായ മോമിനിയങ്ങൾക്കും അന്ന് റജബിന്റെ സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. ഫസാമ നൂഹും വമഅഹു വൽ വഹ്ശു ശുക്റൻ ലില്ലാഹി അസ്സ വജല്ല. അങ്ങനെ മുഹറം 10 വന്നുകൊണ്ട് ജൂതീയ പർവ്വതത്തിന്റെ മുകളിൽ ഈ കപ്പൽ നങ്കൂരമിടുമ്പോൾ കപ്പലിലുണ്ടായിരുന്ന സർവ്വ സൃഷ്ടികളും മഹാനായ നൂഹ് നബിയും കൂടെയുള്ള മോമിനിയങ്ങളും മുഹറം 10 അന്നും കപ്പൽ യാത്ര തുടങ്ങിയത് റജബില് അന്ന് നോമ്പ്. കപ്പല് യാത്ര അവസാനിച്ച് ജൂതീയ പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10. റജബി തുടങ്ങി മുഹറം 10 അവസാനിച്ചു. മുഹറം 10 എന്ന നിലയില് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് മുഹറം 10 അവര് കപ്പൽ യാത്ര അവസാനിച്ച അന്ന് ആ മുഹറം 10 അള്ളാഹുവിന് ശുക്രായി ആ കപ്പലിലുണ്ടായ സർവ്വ മോമിനിയങ്ങളും നൂഹ് നബിയും എല്ലാ സൃഷ്ടിചരാചരങ്ങളും ആ കപ്പലിലുണ്ടായ സർവ്വ ജീവജാലങ്ങളും അള്ളാഹുവിന് നന്ദിയായി അവിടെ വെച്ച് നോമ്പെടുത്തു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നുകൂടി പറയാം, പുണ്യമാക്കപ്പെട്ട റജബിലെ സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1, നെയ്യത്ത്,
ഫറദ് ഖദാ വിട്ടുന്നവർ ഫറദിന്റെ നെയ്യത്ത് വെക്കുന്നുവെങ്കിൽ തലേ രാത്രി തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നമ്മുടെ ആരോഗ്യത്തിന്റെ കഴിവ് പോലെ നമ്മൾ നോമ്പെടുക്കുക. ശരീരം ക്ഷീണിച്ച് നമ്മൾ രോഗങ്ങൾ വരുത്തി വെക്കാത്ത രീതിയിൽ ആരോഗ്യം ഉള്ളതനുസരിച്ച് കൃത്യമായി ആരോഗ്യത്തെ പഠിച്ചുകൊണ്ട് തന്നെ വേണം നോമ്പെടുക്കുക എന്നത്. മൂന്നാമത്തേത്, ഒരു നോമ്പാണിത്, ഇത് കൂലി കിട്ടണം, എനിക്ക് ഈ നോമ്പ് കൊണ്ട് നേട്ടം ഉണ്ടാവണം, ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ തന്നെ നോമ്പെടുക്കുക. നാലാമത്തേത്, റജബിനെ ആദരിക്കുകയും അതുവഴി റമദാനിലേക്കുള്ള പരിശീലനം നേടിയെടുക്കുകയും ചെയ്യുന്ന എന്ന ഒരു ഉൾവിചാരം, ഒരു നിയ്യത്ത് ഈ നോമ്പെടുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടായേ പറ്റൂ. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ഇതിനോടൊപ്പം ശ്രദ്ധിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ മഹാനായ അബൂബക്കറിനിൽ വറാഖൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഇത് നമ്മൾ നടുന്നത് നല്ല വിത്തുകളാണ്. അടുത്ത മാസം നമുക്ക് വെള്ളമൊഴിക്കണതിന്, അത് കഴിഞ്ഞുള്ള മാസം ഇൻഷാ അല്ലാഹ് റമദാനിൽ അത് കൊയ്തെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവെ സ്വീകരിക്ക തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ, അറിഞ്ഞ് ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അള്ളാഹുവെ പുണ്യ റജബിന്റെ എല്ലാ നന്മകളിലും ഞങ്ങളെ നീ ചേർക്കണം അല്ലാ. റജബിൽ നോമ്പെടുക്കുന്നവർക്ക് ആരോഗ്യം നൽകണേ അല്ലാ, ആ നോമ്പ് കൊണ്ടുള്ള ഗുണം അവർക്ക് നീ നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, പുണ്യ റമദാനെ നല്ലോണം വരവേൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ അമലുകളിൽ നീ ബർക്കത്ത് നൽകുക അല്ലാ, ഇൽമിൽ നീ ഐശ്വര്യം നൽകുക അല്ലാ. പ്രവാസികളെ സഹായിക്കണേ അല്ലാ, ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് കൊടുക്കുക അല്ലാ. അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ കുടുംബത്തിന് നീ കാവലാകുക അല്ലാ. അള്ളാഹുവെ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ ചേർക്കുക അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് പൂർണ്ണത നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. അള്ളാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ലഹരി ഉപയോഗങ്ങൾ മറ്റുള്ളതായ മോശമായ സ്വഭാവങ്ങളിൽ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പെടല്ല തമ്പുരാനെ. അള്ളാഹു ദുആ വസിയത്ത് ചെയ്തവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും റബ്ബേ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. വാട്സാപ്പിലും മറ്റുമായി ഒരുപാട് ദുആ വസിയത്തുകൾ വരുന്നുണ്ട്, പറയുന്നുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഈ സംരംഭത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അവസാനം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.